നിങ്ങൾ വീട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 100% ഒരു കൺസൾട്ടിങ് വേണം എന്നതാണ് എൻ്റെ അഭിപ്രായം. മോനിക്ക, ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചു, അന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന് ഇത്രയും പ്രയാസപ്പെടേണ്ടി വരികയില്ലെന്ന് എപ്പോഴേലും തോന്നിയിട്ടുണ്ട്? എപ്പോഴും തോന്നുന്നുണ്ട്. ഈ സ്റ്റില്ലിപ്പം ഇങ്ങനത്തെ സംസാരിക്കുമ്പോഴും തോന്നുന്നുണ്ട് ഇതിൽ ഒരുപാട് പാളിച്ചകൾ വന്നിട്ടുണ്ട്. ഈ പാളിച്ചകളുടെ ഒക്കെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ഞാൻ എന്നെ പഠിക്കുക. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർ ഇതൊക്കെ ചെയ്യുന്നില്ലേ, നമ്മൾ എന്തിനും നിങ്ങളുടെ കൺസൾട്ടിങ് എടുക്കണം എന്ന് ചോദിക്കുന്നവർക്കായിട്ടാണ് ഇനി നിങ്ങൾ ഇത് വ്യക്തമായിട്ട് വൃത്തിയായിട്ട് കേൾക്കുക. നമസ്കാരം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ചെറിയ വീഡിയോ ആയിരിക്കും, പക്ഷേ നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആൾക്കാർക്ക് സംശയം വരുന്ന ഒന്നിനെ വളരെ ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. നമ്മുടെ പുതിയ വെഞ്ചർ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, ഡീറ്റെയിൽ, അതായത് ഡീറ്റെയിൽ ഇന്റീരിയർ കൺസൾട്ടിങ് എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ മുന്നേ ചെയ്തുകൊണ്ടിട്ടുണ്ട്, പക്ഷേ വിപുലമായിട്ട് ഇപ്പോൾ അത് ചെയ്യുന്നു എന്നൊരു വലിയ പ്രത്യേകതയുണ്ട്. സോ ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് അങ്ങനെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഒരു വീട്ടിലാണ്, നമ്മുടെ മൊയ്നുക്കയുടെ. അദ്ദേഹത്തിൻ്റെ ചാനൽ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും, മൊയ്നു വ്ളോഗ്സ് എന്ന് പറഞ്ഞ്. അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പം നിർമ്മിച്ചു തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് വിപുലമായിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട്. സോ എനിക്ക് തോന്നുന്നു ഒരു ഇൻറ്റീരിയർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം തൊട്ട് പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യമത്തെയുള്ള പ്ലാനിങ്ങുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നൊരു ഡ്രോബാക്ക് ഉണ്ട്. എന്നിരിക്കലും നമുക്കിതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒരു ഇൻറ്റീരിയർ കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഈ കൺസൾട്ടിങ്ങും എക്സിക്യൂഷനും ഒന്നാണോ? കൺസൾട്ട് ചെയ്യുന്ന ഒരു എക്സിക്യൂഷൻ ചെയ്യുമോ തിരിച്ച്? ഇതിനെക്കുറിച്ചൊക്കെ പല ആൾക്കാർക്ക് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 100% ഒരു കൺസൾട്ടിങ് വേണം എന്നതാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ ചെയ്തോട്ടെ, മറ്റാരും ചെയ്തോട്ടെ. സോ കാണാൻ പോകുന്നത് നമ്മുടെ മൊയ്നുക്കയുടെ വീടിൻ്റെ കൺസൾട്ടിങ്ങിനെ കുറിച്ചിട്ടാണ്, കൂടാതെ കൺസൾട്ടിങ് എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ സൈറ്റിന് ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് 2014 മൊയ്നുക്ക തുടങ്ങിയ ഒരു സൈറ്റാണ്. പിന്നീട് അത് 2024 റീസ്റ്റാർട്ട് ചെയ്തായിരുന്നു. അന്ന് ഇതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇൻറ്റീരിയർ ചെയ്യാനൊരു ഫോം വരുമ്പോൾ, ഇൻറ്റീരിയർ ചെയ്യാനായിട്ടുള്ള ഫോം വരും, അവർക്ക് ഫർണിച്ചർ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ വീടിന് ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനുള്ള ഏരിയ നമുക്ക് കൃത്യമായിട്ട് സജഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കൺസൾട്ടൻ്റ് ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂവേ വരുന്നില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സജഷൻ കൊടുത്ത് അതിനുള്ള ഏരിയാസ് വളരെ ക്ലിയർ ആയിട്ട് ഇട്ട് പോയിട്ടുണ്ടാകും. അങ്ങനെയുള്ളൊരു സൈറ്റിലാണ് ആക്ച്വലി നിൽക്കുന്നത്. അതായത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 0.1 പോലും നമുക്ക് ഇൻറ്റീരിയറിന് ഫീസിബിലിറ്റി ഇല്ലാത്ത ഒരു സൈറ്റിലാണ്. അവിടെ നമ്മൾ ആ ഫീസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. ആദ്യം തന്നെ പറയാം, ഈ കൺസൾട്ടിംഗ് എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ ഇൻറ്റീരിയർ വർക്ക് ഉൾപ്പെടെ ചെയ്യും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കൺസൾട്ടിങ്ങിൽ ഇൻറ്റീരിയർ വർക്ക് ഉൾപ്പെടെ ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങളുടെ വീട് ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ക്വാളിറ്റിയോടെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നവർ ഇതൊക്കെ ചെയ്യുന്നില്ലേ, നമ്മൾ എന്തിനും നിങ്ങളുടെ കൺസൾട്ടിങ് എടുക്കണം എന്ന് ചോദിക്കുന്നവർക്കായിട്ടാണ് ഇനി നിങ്ങൾ ഇത് വ്യക്തമായിട്ട് വൃത്തിയായിട്ട് കേൾക്കുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതായത് നമ്മളൊരു വീട് വയ്ക്കുന്നു, വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്നു. അതിനകത്ത് ഏറ്റവും ആദ്യം വേണ്ട ഡിസൈൻ ചെയ്യുന്നതിനോ ഫർണിച്ചർ അലൈൻമെൻറ്റും കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതും യഥാർത്ഥത്തിൽ ഒരു കൺസൾട്ടൻറ്റിൻ്റെ ജോലിയാണ്. അഥവാ അത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊരു വീട് വയ്ക്കുമ്പോൾ പ്ലാൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻറ്റീരിയറിൻ്റെ പ്ലാൻ ചെയ്യുകയും ആ പ്ലാനിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, അതായത് ആദ്യം പറഞ്ഞ ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, ഇനി അതല്ല നമ്മുടെ ഫർണിച്ചർ അലൈൻമെൻറ്റ് ആയിക്കോട്ടെ, എവിടെയൊക്കെ ഒരു ലൂസ് ഫർണിച്ചർ വീഴുന്നത് എവിടെ എന്ന് വരെ കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്യേണ്ടതും നിങ്ങൾക്ക് സജഷൻ തരേണ്ടതും ഒരു ഇൻറ്റീരിയർ കൺസൾട്ടൻ്റാണ്. അടുത്തത്, എപ്പോഴും നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമ്മുടെ വീടിൻ്റെ ഫർണിച്ചർ അലൈൻമെൻ്റ് ഒക്കെ വ്യത്യാസമായി ഇപ്പോൾ, അല്ലെങ്കിൽ ഫർണിച്ചർ അലൈൻമെൻറ്റ് ഇല്ല എന്നൊക്കെ പറയുന്നവർക്ക് ഈ ഒരു സംഗതി ആദ്യം തന്നെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ആ ഫർണിച്ചർ അലൈൻമെൻ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഇൻറ്റീരിയർ കൃത്യമായിട്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തീരും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അടുത്തത്, ഇപ്പോൾ ഏതൊരു വീടും നമ്മൾ ചെയ്യുകയാണ്, ഇപ്പോൾ ഒരു ഇൻറ്റീരിയർ ഫേം നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തരികയാണ്. അപ്പോൾ ഇൻറ്റീരിയർ ഫേം നോർമലി ചോദിക്കും, ഇതൊക്കെ ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട് എന്നല്ലേ പറയുക. അവിടെയാണ് ഒരു കൺസൾട്ടൻസി ഫേം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഫേം നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങൾക്ക് ഇന്ന ബോർഡുകളാണ് വേണ്ടത്, ഞങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഇന്ന ബോർഡുകൾ, അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ ബോർഡ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. ഇപ്പം ഗ്രീൻ എന്ന് എടുക്കുക, ഗ്രീനിൻ്റെ 500 എന്ന് പറയുന്ന ബോർഡ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. ഒരു കസ്റ്റമർ ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ആദ്യം തന്നെ ഇൻറ്റീരിയർ കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാർ ഏത് ബോർഡാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള സ്പെസിഫിക്കേഷൻ ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. അതിൽ ബോർഡിൽ മാത്രമല്ല, നമ്മൾ വരുന്ന
ഈച്ച് ആൻഡ് എവറി പ്രോഡക്റ്റ്, അതായത് ഇപ്പോൾ നമുക്ക് ഹിഞ്ചസ് വരുന്നുണ്ട്, അതുപോലെ ലോക്സ് വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഏതാണ് സ്പെസിഫിക്കേഷൻ? ഇപ്പോൾ ഉദാഹരണം ബോർഡ് നമ്മൾ പറഞ്ഞു 710 മറൈൻ ബ്ലേഡ് എന്ന ബോർഡ് യൂസ് ചെയ്യാൻ പറയുന്നു. 710 മറൈൻ ബ്ലേഡ് അല്ലാതെ ഒരുപാട് ബോർഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. HDF, MDF, HDHMR അങ്ങനെയുള്ള പല ബോർഡുകൾ. ഇപ്പോൾ നമ്മൾ പറയും വെറ്റേരിയാസിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊരു ഇന്റീരിയർ ഫോം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന WPC ആയിരിക്കും. അങ്ങനെ WPC സജസ്റ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡെൻസിറ്റി ബോർഡാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു കസ്റ്റമർ തിരിച്ചറിയുക? അത് ചെയ്യുന്ന ഒരു ഇന്റീരിയർ കൺസൾട്ടൻ്റ് ആണ്. അതായത് 0.75 എന്ന് പറയുന്ന ഡെൻസിറ്റി ബോർഡ് നിങ്ങൾക്ക് തന്നാൽ അത് 0.75 ആണോ ആ പ്രൊഡക്റ്റ് ഉള്ളത് എന്ന് വരെ നമ്മൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയിച്ചു തരാനായിട്ട്, അല്ലെ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റാണ് വന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. രണ്ടാമത്തെ സംഗതി, ഇപ്പോൾ HDF, MDF ഒക്കെ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നമുക്ക് വെറ്റേരിയൽസ് യൂസ് ചെയ്യാൻ ഒരിക്കലും ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഇല്ല. ഇപ്പോൾ കിച്ചണിൽ നമ്മൾ MDF, HDF യൂസ് ചെയ്യുമോ? എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഷട്ടേഴ്സിൽ യൂസ് ചെയ്യാം അല്ലേ? എന്തുകൊണ്ടാണ്? അത് നോർമലി ഉള്ള കാലിബ്രേറ്റഡ് ബോർഡാണ്. അതുകൊണ്ട് HDF, MDF, HDHMR പ്രൊഡക്റ്റുകൾ നമുക്കത് ഷട്ടറുകളിലോട്ട് യൂസ് ചെയ്യാം. ഇനി മറൈൻ പ്ലൈവുഡ് വെറ്റേരിയസ് യൂസ് ചെയ്യാൻ സാധിക്കുമോ? മറൈൻ പ്ലൈവുഡ് എപ്പോഴും നമുക്ക് വെറ്റേരിയസ് യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് കിച്ചണിലോട്ട് വരുമ്പോൾ മറൈൻ പ്ലൈവുഡും WPCയും മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ സാധിക്കും. ഈ മറൈൻ പ്ലൈവുഡും WPC നിങ്ങൾക്ക് വന്നിരിക്കുന്ന പ്രോഡക്റ്റ് നമ്മുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണോ എന്നറിയേണ്ടത് നിങ്ങൾക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് ഒരു കൺസൾട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഹിഞ്ചസ് എടുക്കുക. ഹിഞ്ചസ് നമുക്ക് പല ഗ്രേഡുകളിൽ അവൈലബിൾ ആണ്. അത് 302 ഉണ്ട്, 303 ഉണ്ട്, 304 ഉണ്ട്. ഇതിലേതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? എപ്പോഴും ഒരു കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടിങ് ഫേം സജസ്റ്റ് ചെയ്യുന്നത് 304 ആയിരിക്കും. അതൊരു ഇൻറ്റീരിയർ ഫേമും 304 തന്നെ എനിക്ക് സജസ്റ്റ് ചെയ്യും, സംശയമൊന്നും വേണ്ട. പക്ഷേ അവിടെയാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പോയിന്റ്. ഏതൊരു കമ്പനിക്ക് ഇപ്പം ഞാൻ ഡോക്ടർ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞ കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഗുജറാത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് 304 എന്ന് പറഞ്ഞ് പഞ്ച് ചെയ്തിട്ട് നമ്മുടെ കമ്പനി പേരിൽ തന്നെ കൊണ്ടുവന്ന് തരാൻ സാധിക്കും. ഇത് പലയിടത്തും റെസ്റ്റിങ് വന്നിട്ട് ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, അതായത് കംപ്ലൈൻറ്റ് കൺസൾട്ടിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ റെസ്റ്റിങ് വരാതിരിക്കാനായിട്ട് നമ്മൾക്ക് വന്നിരിക്കുന്ന പ്രോഡക്റ്റ് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്റ്റ് ആണോ എന്നറിയാൻ സാധിക്കണം. അത് ഞങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയെന്നുള്ളത് അതിനകത്ത് കൃത്യമായിട്ട് ടെസ്റ്റുകളൊക്കെ എടുത്ത് ചെയ്തു തരിക എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോൾ ഇന്ത്യൻ ബ്രാൻഡുകളായിട്ടുള്ള എപ്കോ, അതുപോലെ ഹിഞ്ചസിൻ്റെ തന്നെ നമ്മുടെ ജർമ്മൻ ബ്രാൻഡുകളായിട്ടുള്ള ഹാഫ്ലെ ഉണ്ട്, ഹെറ്റിച്ച് ഉണ്ട്. പല ആൾക്കാരും പറയും ഞങ്ങൾ ഹെറ്റിച്ചിൻ്റെ പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഹാഫ്ലയുടെ പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് തരുന്നത്. ഹാഫ്ലേക്ക് ഇതുപോലെ 302ഉം 303ഉം 304ഉം ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കമ്പനിയുടെ, ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ പ്രൊഡക്റ്റ് തന്നു എന്ന് വെച്ച് ആ പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് വ്യത്യാസം വരുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് വരുന്ന കൊട്ടേഷൻ, ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് കൊട്ടേഷനുകൾ. അതായത് ഒരു 10 കമ്പനി നിങ്ങൾക്ക് കൊട്ടേഷൻ തരികയാണെങ്കിൽ ഈ 10 കമ്പനിയുടെ കൊട്ടേഷനും 10 തരത്തിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരാൾ 15 ലക്ഷം തന്നു, ഒരാൾ 16 ലക്ഷം തന്നു, ഒരാൾ 14 ലക്ഷമേ തന്നുള്ളൂ. റേറ്റ് അനുസരിച്ചായിരിക്കും എപ്പോഴും ഒരു കസ്റ്റമർ അതിനെ വേ ചെയ്യുന്നത്. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന, അവർ നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി എപ്പോഴും വിലയിരുത്തേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ബുദ്ധിമുട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ റേറ്റ് കുറച്ചിടും. ചിലപ്പോൾ ഈ റേറ്റ് കുറഞ്ഞത് ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും, ചിലപ്പോൾ അടുത്തയാൾ അവൻ്റെ റേറ്റ് അതനുസരിച്ച് കൂട്ടിയിട്ടായിരിക്കും. എന്നാലും ആയിക്കോട്ടെ, നമ്മൾക്ക് ആ ഒരു റിസ്ക് എടുക്കാതെ നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്, ആ കൊട്ടേഷൻ ഏത് ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഈ കൺസൾട്ടിങ്ങിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, എന്തുകൊണ്ട് ഒരാൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രവാസി, ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇതിനകത്ത് പ്രവാസികളെ മെൻഷൻ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നാട്ടിലില്ല. ഇപ്പോൾ ഒരു പ്രവാസികൾ, ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം നേരിട്ടൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൺസൾട്ടിങ് ചെയ്യുന്നു, അതിന് ഇത്രയും പേയ്മെൻറ്റ് നിങ്ങൾ വാങ്ങിക്കുന്നു, അത് നമ്മുടെ ഇൻറ്റീരിയർ ഫേമും ചെയ്തു തരുന്നതല്ലേ എന്ന് പലരും ചോദിച്ചിരുന്നു. അങ്ങനെയുള്ളിടത്ത് ഞാൻ ഒരു ഉത്തരം പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, അത് ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു തരുന്നത് ഒരിക്കലും ഒരു ഇൻറ്റീരിയർ ഫേം ആയിരിക്കില്ല, ഒരു കൺസൾട്ടൻസി ആയിരിക്കും. കാര്യം ഇൻറ്റീരിയർ ഫേമിന് അവരുടേതായിട്ടുള്ളൊരു സ്പെക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ അത് നിങ്ങൾ ഏത് വലിയ ഫേമസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ഫേം എടുത്ത് നോക്കിയോ, അതാണ് അവർ നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ അവിടെ നമ്മൾ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, ആ മെറ്റീരിയലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. 2, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ എന്തൊക്കെ മെറ്റീരിയൽ അതിനകത്ത് ജോയിൻ ചെയ്ത് യൂസ് ചെയ്യുക, ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു 15 ലക്ഷം രൂപ കൊട്ടേഷൻ നമുക്ക് തന്നാൽ ആ കൊട്ടേഷൻ നോക്കിയിട്ട് അവിടെ എന്തൊക്കെ മാറ്റം വരുത്താം. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ വെറ്റേരിയസിൽ നമുക്ക് WPC ഉപയോഗിക്കാം. കിച്ചണിൽ മുഴുവൻ WPC ഉപയോഗിക്കണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ വെറ്റേരിയസിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. അതായത് ബോട്ടം ഏരിയയിൽ മുഴുവൻ WPC ഉപയോഗിച്ച് നമുക്ക് മുകളിലേക്ക് ലോഫ്റ്റ് ഏരിയ മുഴുവൻ നമുക്ക് വേണം മറൈൻ പ്ലൈവുഡ് യൂസ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് വാർഡ്രോബിലേക്ക് പോകുമ്പോഴത്തേക്കും ഭിത്തിയിൽ നിന്ന് ഭിത്തിയിലോട്ട് മുട്ടാതെ, അല്ലെങ്കിൽ ഭിത്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു PVC ബോർഡിൻ്റെ ലെയർ കൊടുത്ത് നമുക്കവിടെ ചിപ്പ് ബോർഡ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം എന്താണ്? വെറ്റേരിയ അല്ല, വെള്ളത്തിൻ്റെ യാതൊരു പ്രശ്നം അവിടെ വരുന്നില്ല. അപ്പം മറൈൻ പ്ലൈവുഡിൻ്റെ റേറ്റ് 114 രൂപ സ്ക്വയർ ഫീറ്റ് ആണ്. ഒരു ഷീറ്റിലോട്ട് വരുമ്പോൾ 3400 ചിലവാനം വരുമെന്നുണ്ടെങ്കിൽ ചിപ്പ് ബോർഡിലേക്ക് വരുമ്പോൾ അതിന് നേർ പകുതി വരും. അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾ ഇൻറ്റീരിയർ ചെയ്തു തരുന്ന ഒരു ഫോം അല്ല. ഇൻറ്റീരിയർ ചെയ്തു തരുന്ന ഫോം നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇൻറ്റീരിയർ നിങ്ങൾക്ക് എക്സിക്യൂഷൻ ചെയ്തു തരുന്നു എങ്കിൽ ഞങ്ങൾ ആ എക്സിക്യൂഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട്
പ്രൊഡക്റ്റീവായിട്ട് ചെയ്തു തരുന്നു എന്നുള്ളതാണ്. അത് ക്വാളിറ്റിയോടെ മെഷറോടെ ചെയ്തു തരുന്നു എന്നുള്ളതാണ്. ഏറ്റവും അവസാനം സർട്ടിഫൈ ചെയ്തായിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ അത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താണ് ലാഭം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെയ്തു തരുന്ന പ്രൊഡക്റ്റിൽ ഇപ്പോൾ നിങ്ങളൊരു 4 വർഷം 5 വർഷം കഴിഞ്ഞത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സാഹചര്യം വരുന്നില്ല. അത് നമ്മൾ കൊട്ടേഷൻ തരുമ്പോൾ തന്നെ അതിൻ്റെ മെറ്റീരിയൽ നോക്കി അത് നമുക്ക് ബഡ്ജറ്റ് ചെയ്യാൻ സാധിച്ചാൽ അതിൻ്റെ കൊട്ടേഷൻ്റെ റേറ്റ് വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നൊരു വലിയ കാര്യം ഈ പറഞ്ഞതിനകത്തുണ്ട്. അപ്പോൾ എൻ്റെ അപ്പോൾ മൈനൊക്കെ ഉണ്ട്. മൈനക്ക, താങ്ക് യു. വെൽക്കം നമ്മുടെ നാട്ടിലേക്ക് സ്വാഗതം. വേറെ ഒന്നുമല്ല, ഏകദേശം ഒരു 4 മാസമായിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇന്നെങ്കിലും വന്നേനെ. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണ്. നമ്മളൊന്നും പ്ലാൻ ചെയ്യരുത്, ഇങ്ങ് പോരണം. പ്ലാൻ പെട്ടെന്നുള്ള ഒരു വരവ്, ചട്ടപ്പെടാന്നുള്ളത്. എന്തായാലും നമ്മള് ഡോർ വെക്കുന്ന സ്ഥലം കണ്ടല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലെ 6 എക്സിറ്റ് ഉണ്ട്. 6 എക്സിറ്റും സുരക്ഷിതം, സെക്യൂർ എന്ന് പറയുന്നത് ഡീസോളാണ്. മോനിക്ക, എൻ്റെ അറിവിൻ പ്രകാരം, മോനിക്ക അടുത്ത് പറഞ്ഞതിന് പ്രകാരം 2016 നിങ്ങൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഈ പ്രോജക്റ്റിന് അന്നൊരു എഞ്ചിനീയർ ഉണ്ടോ? ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലാന്ന് വെച്ചാൽ ഇല്ല. ഒരുത്തം വരച്ചു പോയതാണ്. ഈ 2000 ഇത് പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ 5 കൊല്ലമാകത്തുള്ളൂ. 10 കൊല്ലമായി. ഡബിള് 10ാം വാർഷിക ആഘോഷിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള പണികൾ തുടങ്ങുന്നത്. ഒരു വീട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ജോയിൻ ചെയ്ത് വരണം. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് നിങ്ങൾ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നതെന്ന് എന്റെ വിശ്വാസം. ആ സമയത്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരു കൂര കയറ്റിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. ഇപ്പൊ അതല്ല, ഇപ്പൊ അത് വൃത്തിയാവണമെന്നുള്ളൊരു. എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്നും പറയില്ല. പക്ഷെ ആ നഷ്ടങ്ങളിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള, നിങ്ങൾ പറഞ്ഞ മാതിരി പക്ക ഒരു സ്റ്റഡി മെറ്റീരിയലായി മാറിയത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ 2016 പ്രവാസിയായി ഇരിക്കുന്ന സമയത്ത് ഏതൊരു പ്രവാസിക്കുള്ള മാതിരി ഒരു വീട്, ഒരു പാർപ്പിടം, ഒരു കൂര എന്നുള്ള സ്വപ്നം കൊണ്ട് തുടങ്ങി വെച്ചു. പിന്നെ തറയെന്ന് എനിക്ക് പണി കിട്ടി തുടങ്ങിയതാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെരിഞ്ഞതായിരുന്നു, ഫില്ല് ചെയ്തു. തറ കയറാൻ വന്നപ്പോ സോഫ്റ്റ് സോയിലാണ്, പറ്റൂല പറഞ്ഞു. 22 പില്ലറും പ്ലിന്ത് ബീമുമായിട്ട് തറട്ട് വെച്ചു. അപ്പോഴത്തേനും എന്റെ ട്രൗസർ കയറി. പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. പിന്നെ ഒരു ഗൾഫുകാരനല്ലേ, പിന്നെ പൈസ ഉണ്ടാക്കി വരുന്നത് പ്രവാസിയാ. 2021 വരെ പ്രവാസിയാണ്. അപ്പൊ പിന്നെ പൈസ ഇല്ല, പിന്നെ മക്കള് വലുതാവുന്നു, പഠിത്തം, കാര്യങ്ങൾ, പ്രശ്നങ്ങൾ. വീട് അവിടെ ഇരിക്കട്ടെ പറഞ്ഞു. പിന്നെ എല്ലാവരും ചോദിക്കും എന്താ വീട് പണി? അത് തറ ഉറക്കാണ്ടിരിക്കണം പറയും. അങ്ങനെ ഉറച്ച് 8 വർഷം ഉറപ്പിച്ച് അങ്ങനെ 2024 ബ്ലോഗറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് അങ്ങനെ വന്ന് ഇതപ്പോഴുള്ള ഈ നമ്മുടെ ജാഫറും ടീമുകളും എല്ലാവരും നിർബന്ധിച്ച് വന്ന് അങ്ങനെ ഇതിലേക്ക് കല്ലിറക്കുകയാണ്. അന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന് ഇത്രയും പ്രയാസപ്പെടേണ്ടി വരികയില്ലെന്ന് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ? എപ്പോഴും തോന്നുന്നുണ്ട്. ഈ സ്റ്റില്ലിപ്പം ഇങ്ങനത്തെ സംസാരിക്കുമ്പോഴും തോന്നുന്നുണ്ട്. ആ ഒരു ബോധോദയാണ് ഇന്നത്തെ ഒരു മീറ്റിങ്ങിന്റെ കാരണം. ഈ ഒരു മീറ്റിംഗ് ഞാനിപ്പോൾ വെച്ചത് ഒരു 2 മാസമെങ്കിലും മുമ്പായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്താ അറിയോ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇതിൽ ഒരുപാട് പാളിച്ചകൾ വന്നിട്ടുണ്ട്. ഈ പാളിച്ചകളുടെയൊക്കെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ഞാൻ എന്നെ പഠിക്കുക, എൻ്റെ കഴിവുകേട്, അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ, അല്ലെങ്കിൽ എൻ്റെ അറിവില്ലായ്മയാണ് ഇതിൽ കാണുന്ന പല സംഗതികളും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തുടക്കം ഒരു ആർക്കിടെക്ചർ പഠിക്കുന്ന ഒരാളെ കൊണ്ട് ഞാൻ വരപ്പിച്ചു. പിന്നെ ആ വരപ്പിച്ച് പിന്നെ എന്തായി 2016 2024 8 വർഷം ആകുമ്പോഴേക്കും ഒരുപാട് മോഡലുകളൊക്കെ മാറി. അപ്പൊ സൈഡിൽ ഉണ്ടായിരുന്ന സിറ്റ് ഔട്ട് ഫ്രണ്ടിലേക്ക് വന്നു. പിന്നെ ഇതിങ്ങനെ വലിച്ച് നീട്ടി വീട് ഇങ്ങനെ പരന്ന് വന്നു. പിന്നെ ഈ ഒരു കോൺസെപ്റ്റ് പണ്ട് മുതലേ എനിക്കിഷ്ടമായിരുന്നു, ഡബിൾ ഹൈറ്റ് വരണം എന്നുള്ളതൊക്കെ. അത് അന്ന് മുതലുണ്ട്, അതേമാതിരി പോകുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള അത് കിട്ടിയിട്ടുള്ള ഓരോ പാഠങ്ങളും ഇത് വന്ന് പിന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല പിഴവുകളും വന്നിട്ട്. പിന്നെ വേറൊരു കാര്യം ഉണ്ടെന്നറിയാം, ഒരാളുമായിട്ട് ബന്ധമായി വിശ്വാസമായി കഴിഞ്ഞാൽ വിശ്വാസപൂർവ്വം അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. പിന്നെ നമ്മളതിലേക്കൊരു സംശയം എന്ന് വരുന്നില്ല. അത് എത്ര കിട്ടിയിട്ടും മാറ്റാൻ പറ്റാത്തൊരു സ്വഭാവമാണ്. സ്റ്റിൽ ഇപ്പോഴും അത് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മളൊരാളെ വിശ്വസിക്കുക, ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അവൻ പണി തരുന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആളുടെ കൊടുക്കുമ്പോൾ അവൻ പണി തരില്ല എന്നുള്ള വിശ്വാസത്തിൽ വീണ്ടും കൊടുക്കുക. നമ്മൾ സഹോദരപൂർവ്വം അതേപോലെ തന്നെ വിശ്വാസപൂർവ്വം അങ്ങോട്ട് ഏൽപ്പിക്കുന്നുണ്ട്. അതിൽ വന്നിട്ടുള്ള കുറച്ച് പിഴവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരും ഞാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം പ്രശ്നമുണ്ട്. ഇപ്പം എന്താണ്, പ്രോപ്പറായിട്ടുള്ള സ്കെഡ്യൂൾ ചെയ്യായ്മ, പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ് ഇല്ലായ്മയാണ് ഇതിപ്പോൾ ഈ ഒരു കോലത്ത് നിൽക്കുന്നത്. എന്നാലും അൽഹംദുലില്ലാ സെറ്റാണ്. ഇതുവരെയും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച മാതിരിയൊക്കെ ഇങ്ങനെ നടന്നു പോയിട്ട് ഒരുപാട് ലാഗ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പിന്നെ തുടങ്ങിയവർ കുടിയിരിക്കൽ കഴിഞ്ഞിട്ട് 1 വർഷവും കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്നും സങ്കടമല്ല. ഇതിന്റെ പിന്നെ എത്തിക്കലുള്ള കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ കുറച്ച് പലിശ കാര്യങ്ങൾ ഇതൊന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആളായതുകൊണ്ട് കാശ് എപ്പോൾ വരുന്നോ അപ്പം ചെയ്യുക, അങ്ങനെ എപ്പോൾ തീർന്നോ അപ്പോൾ. ഇപ്പം എന്താണ്, നിങ്ങളുടെയും കൂടി ചീത്ത കേട്ടപ്പോൾ ഇതിനൊരു ടൈം ലൈൻ ഇട്ടു ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലുണ്ട്. എവിടെ എത്തുമെന്ന് അറിയില്ല. തവക്കൽത്തു അലല്ല, പടച്ചവൻ്റെ വിട്ടുകൊടുത്തേക്കാണ്.
ഈശ്വരാനുഗ്രഹം കൊണ്ട് ഗംഭീരമായിട്ട് തീരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബാക്കി വേറെ ഒന്നല്ല, ഇടയ്ക്ക് പറഞ്ഞില്ലേ പല തെറ്റുകുറ്റങ്ങളും പറ്റിയിട്ടുണ്ടെന്നുള്ളത്. എനിക്ക് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം. അത് വേറൊരു രീതിക്കല്ല, ഇതൊരു ടെക്സ്റ്റ് ബുക്കാണ്. തീർച്ചയായും ആൾക്കാർ കാണുമ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ല ഇങ്ങനെ ചെയ്യരുത്. അല്ല, ഞാൻ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ. നമ്മളെയൊക്കെ മനസ്സോട് ചേർത്ത് ഒരുപാട് അടങ്ങാറായ ഇതിനു മുമ്പ് ചെയ്തു പോയിട്ടുള്ള പല വർക്കും ഇവിടെ ഒരു കൈക്കോട്ട് കൊണ്ട് കിളച്ചവ മുതൽ കൊണ്ട് JCB കൊണ്ട് മാന്തിയാൾ മുതൽ കൊണ്ട് ഇതിൽ വെച്ചിട്ടുള്ള ഓരോ ഇഷ്ടികയും വെച്ചിട്ടുള്ള ആത്മാർത്ഥമായിട്ട് വെച്ചിട്ടുള്ളവരാണ്. അതെ, അത് ഇനിയിപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പിഴവ് വന്നാലും എൻ്റെ ഭാഗത്തുനിന്ന് പിഴവ് വന്നാലും എല്ലാ പിഴവിൻ്റെയും കാരണം ഞാനാണെന്ന് വിശ്വസിക്കുന്നു. കാരണം എന്താണ്, ഞാൻ ചെയ്യാത്ത ഒരു പ്രശ്നങ്ങളാണ് ഇതിന് വന്നിട്ടുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ട് ആരും ഇതിൻ്റെ മുമ്പ് വന്നിട്ടുള്ള പോയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആയാലും ആരും എല്ലാവരും ബെസ്റ്റാണ്, ദ ബെസ്റ്റാണ്. അവരുടെ മേലെ കുഴപ്പമില്ല. അവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള നിർദ്ദേശമോ എൻ്റെ ഫോളോ അപ്പിൻ്റെ പ്രശ്നം കൊണ്ട് വന്നിട്ടുള്ള നഷ്ടങ്ങളായിരിക്കും. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താനൊന്നുമില്ല. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, ലാഗായി ഇങ്ങനെ അങ്ങോട്ട് പോകണമെന്നേ ഉള്ളൂ. അത് എത്രയും പെട്ടെന്ന് തീർത്ത് തരും എന്നുള്ള വാശിയിലാണ് എൻ്റെ സ്വന്തം സഹോദരൻ ഇറങ്ങി തിരിച്ച് ഇന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് ഞങ്ങൾ പേഴ്സണലി ചീത്ത പറയുന്നുണ്ട്, മൂപ്പർ എൻ്റെ ചീത്ത പറയും, ഇത് ചെയ്താൽ പോരാ, അതുപോലെ ചെയ്താൽ പോരാ. ഇന്നിപ്പോൾ എല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലായിടത്തും ഓരോരുത്തരുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളൊരു ടൈം ലൈൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇത് തീർക്കുന്നു പറയുന്നുണ്ട്. ആ സമയത്ത് അല്ലെങ്കിൽ കൂടി ഏറ്റവും ആസ് ഏർലി ആസ് തീരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ള, അല്ലേ? അപ്പം മോനിക്ക അങ്ങനെ സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.